നീ എന്തിനാണ് വിശറിങ്ങനെ സ്വന്തമായിട്ട് വീശിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ വീശിയില്ലെന്നുണ്ടെങ്കിൽ ഈ അവസരം ഞാൻ തന്നെ വിയർക്കും, അല്ലെങ്കിൽ ഞാൻ ക്ഷീണിക്കും. പിന്നീട് അങ്ങേക്ക് ആര് വീശിത്തരും പ്രഭോ? എന്നാ ശരി, അങ്ങനെ ആവട്ടെ. എടാ മുയലേ, എനിക്ക് തരാന്ന് പറഞ്ഞ കസേര എവിടെ? എവിടെയാണെന്നാ ചോദിച്ചേ? വലിയ കസേരയാ ഉണ്ടാക്കിയിരിക്കുന്നേ. പക്ഷെ അതെവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. അതായത് ഒന്നേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതൊക്കെ സമ്മതിച്ചു, പക്ഷെ കസേര എവിടെ? നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നത് എന്തിനാ? ആങ്കിയോ, ഞാനൊന്ന് മേല് ചൊറിയാൻ വേണ്ടിട്ട് എന്റെ കൈ പൊക്കിയത്. നീ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്റെ കൈ താഴോട്ട് വലിക്കായിരുന്നില്ലേ? അഥവാ 3 മണിക്കൂറിനുള്ളിൽ എനിക്ക് എന്റെ കസേര കിട്ടിയില്ലെങ്കിൽ പുഴയിൽ മുക്കി കൊന്നുകളഞ്ഞാ നിന്നെ ഓർത്തോ? നന്നായി, അങ്ങനെയെങ്കിലും ഒന്ന് കുളിച്ചു കിട്ടുമല്ലോ. നിങ്ങൾ അടുത്ത് വരുമ്പോ വല്ലാതെ നാറുന്നുണ്ട്. നിങ്ങളുടെ കൂടെ കാട്ടി കഴിയുന്ന മൃഗങ്ങളെയൊക്കെ സമ്മതിക്കണം. മൂന്ന് മണിക്കൂറിനുള്ളിൽ കസേര ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ആ സിംഹത്തിന്റെ കൈ കൊണ്ടായിരിക്കും നിന്റെ എല്ലാം അന്ത്യം. അതായത് നിങ്ങളുടെ. എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞങ്ങ് പോവും. സംശയമുണ്ടോ? ഗുഡ് ബൈ. അയ്യോ, എന്ത് വെയിറ്റ് ഈ ബാഗിന്. കുറച്ചേരം ഇതിന്റെ മോളിൽ കയറി ഇരിക്കുക. അയ്യോ, അയ്യോ, ഇതെന്താ? കന്നാ സാർ, ഈ ട്രിപ്പിന് വേണ്ടി അങ്ങ് ഒരുപാട് കാശ് ചെലവാക്കി. താങ്ക് യു. എന്റെ പിള്ളേരെ, ആകാശത്തിലൂടെ തെന്നി നീങ്ങുന്ന മേഘങ്ങളുടെ നിറം വെള്ളയാണ്. ഈ ട്രിപ്പിന്റെ ടിക്കറ്റ് ബാങ്കാ തന്നത്. ഞാൻ ചിലവാക്കിയ കാശ് വളരെ കുറവാണ്. അടികൈ. അഥവാ നമ്മൾ ആഷിപ്പില വന്നിരുന്നെങ്കിൽ ഖന്നാ സാർ ഇപ്പൊ ചെലവാക്കിയ പൈസ കൂടി ലാഭിക്കായിരുന്നു. അതേതാണ് ആഷിപ്പ്? അതാണ് ഫ്രണ്ട്ഷിപ്പ്. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതാ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വളരെയധികം ആനന്ദം കിട്ടും. കുറച്ചൊക്കെ ഒന്ന് ചിരിച്ചൂടെ? ശ്രദ്ധിക്കൂ ജെന്റിൽമാൻ, ക്യാപ്റ്റൻ തവിടുപൊടിയാണ്. ക്യാപ്റ്റൻ തവിടുപൊടിയായോ? അപ്പൊ ഈ ഷിപ്പ് ആരാ ഓടിക്കുന്നത്? എടോ ക്യാപ്റ്റൻ, ഞാൻ തന്നെയാ. എന്റെ പേരാണ് ക്യാപ്റ്റൻ തവിടുപൊടി. ഇതിന് മുൻപ് ഈ ഷിപ്പ് ഓടിച്ചിരുന്നത് എന്റെ അച്ഛനാണ്. ക്യാപ്റ്റൻ കടലിൽ ചാടി. അത് ശരി, പേരായിരുന്നോ? ക്യാപ്റ്റൻ കടലിൽ ചാടി. കൊള്ളാം. അയ്യോ, അത് പേരല്ല. ക്യാപ്റ്റൻ ആരോ രക്ഷിക്കാൻ കടലിൽ ചാടി മരിച്ചുപോയി. അന്ന് മുതൽ ഈ ഷിപ്പ് ഞാൻ തന്നെയാണ് ഓടിക്കുന്നത്. എന്റെ പിള്ളേരെ, കോഴിയോട് ഞാൻ പറഞ്ഞു എനിക്ക് തരണം മുട്ട. എന്നിട്ട് കോഴി എന്നോട് പറഞ്ഞു കൊക്കരക്കോ, ഞാൻ പൂവൻ കോഴിയുടെ പൊട്ട. അയ്യോ, ഇതാ പിന്നെ തുടങ്ങി എന്റെ നെട്ടോട്ടം. ഇനി ഓടി രക്ഷപ്പെട്ട് നീ എങ്ങോട്ട് പോകും? ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എന്റെ അമ്മേ, ആ ലോക്കർ ഞങ്ങളുടെ കയ്യിലേക്ക് താ. വളരെ നന്ദിയുണ്ട് കൂട്ടുകാരെ. എടാ ബണ്ണി, ഇതാ പിടിച്ചോ. മര്യാദയ്ക്ക് ലോക്കറിങ് തന്നേക്ക്. ഇതാണ് വേണ്ടത്. ദാ പിടിച്ചോ. ദാ പിടിച്ചോ. ദാ പിടിച്ചോന്നേ, വേഗം പിടിച്ചോ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് മാർക്കും നിന്നെ രക്ഷിക്കാനാവില്ല. അടിച്ചു പൊളിച്ചു. സംശയമുണ്ടോ? കുരുവി പറന്നു. കാക്ക പറന്നു. നിന്റെ കാക്ക എന്താ പറക്കാത്തത്? കാരണം എന്റെ കാക്ക ക്ഷീണിച്ചു, അതുകൊണ്ട് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. മൈന പറന്നു. പറന്നു. ഇപ്പൊ നിന്റെ മൈന എന്താ പറക്കാത്തത്?
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാക്ക റെസ്റ്റ് എടുക്കുവാണെന്ന്. പിന്നെന്താ? എടാ പൊട്ടാ, ഇത് മൈനയല്ലേ, പിന്നെന്താ കുഴപ്പം? അത് വേറൊന്നും കൊണ്ടല്ല, ഈ മൈനയുടെ വീട്ടിലാണ് കാക്ക റെസ്റ്റ് എടുക്കുന്നത്. അപ്പൊ മൈനക്ക് എങ്ങും പോവാൻ പറ്റില്ല. കഴുത പറഞ്ഞു. എന്റെ ദൈവമേ, പറക്കുന്നതിനെ ഒന്നും പറപ്പിക്കില്ല, പറക്കാത്തതിനെ ഒക്കെ അവൻ പറപ്പിക്കുന്നുണ്ട്. അതെ, ബിക്കോസ് ഐ ലവ് ചലഞ്ചസ്. പറക്കാൻ കഴിയാത്തവയെ പറപ്പിക്കുന്നതിലല്ലേ കഴിവുള്ളത്. അഥവാ ഒന്നിനും പറ്റിയില്ലെങ്കിൽ ഞാൻ എന്റെ കഴുതയെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി പറപ്പിക്കും. പക്ഷെ എന്തായാലും പറപ്പിക്കും. എന്റെ കഴുത എന്നെങ്കിലും ഒരിക്കലും പറന്നിരിക്കും. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഈ ലോകം തന്നെ കള്ളന്മാരുടെ മെയിൻ കേന്ദ്രമാണ്. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് പലതരത്തിൽ മോഷ്ടിക്കുന്നു. ഞാൻ ഇന്ന് മോഷ്ടിച്ച കാറ് കണ്ടോ ബ്രോ? നോക്ക്. ഞാൻ നിന്നോട് പറഞ്ഞത് എനിക്ക് വേണ്ടി ഒരു സ്പോർട്സ് കാർ കൊണ്ടുവരാൻ വേണ്ടിട്ടല്ലേ? അളിയ, ഇത് സ്പോർട്സ് കാർ തന്നെയാണ്. കാരണം ഇത് ഓടിച്ചിരുന്നവൻ ഏതോ സ്പോർട്സിന്റെ ഭാഗമായി പോവുകയായിരുന്നു. ഓ ഓ, നീ ഇന്ന് എത്ര കാറുകൾ മോഷ്ടിച്ചു സൂര്യ? അളിയന് സംഗീത ജ്ഞാനം തീരെ ഇല്ല അല്ലേ? നീ റീന്ന് മാത്രമേ പറയുകയുള്ളൂ. റീ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഗ മ പ ധ നീ, പിന്നെ സ, പിന്നെ രീ. ഇത് സംഗീതമല്ല, നിന്റെ പേര് വിളിച്ചതാണ്. ആദ്യം നീ ഇത് പറയേ, എത്ര കാറുകൾ മോഷ്ടിച്ചു? ഇന്ന് മാത്രം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 പിന്നെ 17 18 19 20 മൊത്തം 3 കാറുണ്ടല്ലയാ. ഓ എടാ, പിന്നെ ഇത്രയും നേരം നീ എന്തിനാ എണ്ണിയത്? അതായത് 20 3 പോയി കഴിഞ്ഞാൽ ബാലൻസ് 17 ആകും. 17 10 പോയി കഴിഞ്ഞാൽ 7 ആകും. 7 4 കുറച്ചാൽ അപ്പോൾ അത് 3 ആകില്ലേ? അതാളിയാ കാരണം. എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്കേ മനസ്സിലായില്ല, അപ്പോഴാ നിനക്ക്. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞാൻ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. നീയും ക്ഷീണിച്ചു കാണുമല്ലോ. നീ പോയിട്ട് സമാധാനത്തോടെ നല്ല ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് വാ. ഈ ലോകം തന്നെ ഒരു അടുക്കളയാണ് അളിയാ. അവരവർക്കുള്ള ചപ്പാത്തി അവരവർ തന്നെ ഉണ്ടാക്കണം. ഉണ്ടാക്കേണ്ട ആവശ്യം നിനക്കാണ്, എനിക്കത് തിന്നേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അത് ശരി. അയ്യോ, ഇതാ കള്ളം തന്നെയായിരുന്നു. പക്ഷെ അവൻ വൃത്തിയാക്കുന്നതിനിടയിൽ എങ്ങനെ മോഷ്ടിച്ചു? കാരണം അയാളുടെ ജോലി അതായിരുന്നല്ലോ. അപ്പൊ പിന്നെ വൃത്തിയാക്കിക്കൊണ്ട് തന്നെയല്ലേ മോഷ്ടിക്കുള്ളൂ. ദാ ഇത് നോക്കിയേ. കള്ളന്മാർ ഇനിയും ഇതുപോലെ വണ്ടികൾ കൊണ്ടുപോയെന്ന് വരാം. വരൂ, നമുക്ക് വേഗം അവരെ പിന്തുടരാം. അയ്യോ, ഈ ലോകം ഒരു റേസിംഗ് ട്രാക്കാണ് പൊന്നളിയാ. എല്ലാവരും അവരുടെ വണ്ടികൾ സ്പീഡിൽ തന്നെ ഓടിക്കേണ്ടി വരും. ഓ, ഞാൻ തന്നെ സൈഡിൽ കൂടെ പൊക്കോളാം, അതാ നല്ലത്. സൈഡിൽ കൂടെ എന്തിനാ പോകുന്നേ? കാരണം ഈ കാളകളോട് കാള കളിച്ചിട്ട് എന്താ കാര്യം? അതല്ലേ നല്ലത്. അളിയാ, നീ ഇങ്ങോട്ട് നോക്കിയേ. ഈ ലോകം വലിയ റോഡാണ്. അറിയില്ല ഈ യാത്ര എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. സോർദാറേ, എന്നെ എടുത്തെറിയേ. നോക്ക്, എന്ത് പറയാണെങ്കിലും കള്ളം പറയരുത്. നോക്ക്, ഞാൻ എപ്പോഴും സത്യം മാത്രമേ പറയൂ. കള്ളം പറഞ്ഞാ ശിക്ഷ കിട്ടും. ശിക്ഷ കിട്ടും കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് കരുതിയില്ല. അയ്യോ, ചെറുതായിട്ടൊന്ന് മിസ്സായി പോയി.
ൂരിരുട്ടിൽ ലോകത്തിലേക്ക് ഏറ്റവും വലിയ മുട്ട. സോർദാറെ എന്താ കാണുന്നേ? സോർദാറെ ഒന്ന് സൈഡിലേക്ക് നീങ്ങി. ഇത്രയും സ്ഥലം ഉണ്ടായിരുന്നു നിനക്ക് ഇവിടെ തന്നെ വന്നിരിക്കണം എന്താ അത്ര നിർബന്ധം? ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. എനിക്കിരിക്കണം. നീ സൈഡിലിരിക്ക്. ഞാൻ വിടില്ല. സൈഡിലിരിക്ക്. എനിക്ക് ഇവിടെ ഇരിക്കണം. നിങ്ങളവിടെ തല്ലിടിച്ചോണ്ടിരുന്നോ? ഞാൻ എന്തായാലും ഇവിടെ കാർട്ടൂൺ കാണാൻ പോവാ. സോർദാറിനിരിക്കെ സ്ഥലം കൊടുക്ക്. ആ സൈഡിലിരുന്നാ മതി. ഇല്ല, ഈ സൈഡിലിരിക്കണം. അത് മതി. അവിടെ ഇരുന്നാ മതി. അവിടെ മതി. ഹണി, സോർദാറിന് സ്ഥലം കൊടുക്കാനാ പറഞ്ഞേ. നീ അമർത്തി ഞാൻ ഒരു കാലിലായി. ഇപ്പൊ താഴേക്ക് നോക്കുമ്പോ എനിക്ക് ഒറ്റ കാല് മാത്രമേ ഉള്ളൂ എന്നാ തോന്നുന്നത്. എല്ലാ സ്ഥലത്തും ഇപ്പൊ സീറ്റിനുണ്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥ. ഇപ്പൊ ഇന്നലെ തിയേറ്ററിൽ പോയപ്പോ അവിടെ ഇതുപോലെ സീറ്റിന് വേണ്ടി തല്ലുണ്ടാക്കി. എന്തിന്? കാര്യം എന്താണെന്നറിയില്ല. ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പോയത് എനിക്ക് ഇഷ്ടപ്പെട്ട മൂവി കാണാൻ, അല്ലാതെ ടിക്കറ്റ് എടുക്കാനല്ല. ഇതെന്താ ഇവിടെ നടക്കുന്നേ? മിക്കവാറും ഈ ബഹളം ഒരു കൂട്ടക്കരച്ചിലാകാൻ സാധ്യതയുണ്ട്. കാരണം സോഫയ്ക്ക് എന്തെങ്കിലും പറ്റിയാ മേഡം എല്ലാത്തിന്റെ എല്ലൊടിക്കുന്ന ആളെ. അയ്യോ, എടാ സോർദാറെ, എടാ ഈ സോഫ ഒടിഞ്ഞു പോയല്ലോ. ഇനി കാർപ്പൻറ്ററിനെ വിളിക്കേണ്ടി വരും. അതിന് ഈ സോഫയിലെ ഒടിഞ്ഞത്. അതിനെന്തിനാ വെറുതെ കാർ പെയിന്ററൊക്കെ വിളിച്ചെടുത്തുന്നേ? നമുക്ക് ഏതെങ്കിലും ആശാരിയെ വിളിച്ചാ പോരെ? ഓ എന്റെ ഹണി, കാർപ്പൻറ്റർ എന്ന് വെച്ചാലേ. സോർദാറെ, ഹണിയെ പറഞ്ഞ് മനസ്സിലാക്കി വെറുതെ സമയം പാഴാക്കണ്ട. ആ സമയം കൊണ്ട് നമുക്ക് സോഫ നന്നാക്കാം. എന്താ ഞാൻ പറഞ്ഞതിൽ വല്ല സംശയമുണ്ട്? ആ ദായിരിക്കുന്നു. വെൽക്കം ടു മുയലച്ചൻ മുല്ലക്കാട് മാനുഫാക്ചറർ. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നിങ്ങളുടെ കട എവിടെ? ഈ നഗരത്തിന്റെ അഭിമാനം വീണ്ടെടുത്തത് ഈ ഞാനാണ്. ഇതെങ്ങനെ സംഭവിച്ചു? പൊതു ശൗചാലയങ്ങളുടെ വാതിലുകളും ഈ ഞാനാണ് ഉണ്ടാക്കുന്നത്. നമുക്കിന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കാനുള്ളത് ഇവിടെ ഉണ്ട്. പറയോ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പ്ലീസ് ദാ ഇതിലിരിക്കുന്ന പോലത്തെ ഒരു സോഫ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. അയ്യോ, അതെനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്റെ ജീവിതത്തിന്റെ അപകടത്തിലാണ്. ഒരു സിംഹരാജാവിന് വേണ്ടി കസേര ഉണ്ടാക്കണം. ആദ്യത്തെ വർക്കിന് തന്നെ എന്റെ പല്ല് പോയത് നിങ്ങൾ കണ്ടില്ലേ? ഇതാ ഇപ്പോഴത്തെ അവസ്ഥ. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ രാവിലെ തന്നെ ഉപ്പിക്കരി കൊണ്ട് പല്ല് തെറ്റതാണത്. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ്. നിങ്ങൾക്ക് ചെയറുണ്ടാക്കാൻ പറ്റില്ലെന്ന് സിംഹത്തിനോട് പറഞ്ഞ് സഹായിക്കാനാണോ? അയ്യോ അതല്ല, ഈ കസേര ഉണ്ടാക്കാനൊന്ന് സഹായിക്കണമെന്ന്. ശരി, ഞങ്ങളൊന്ന് പ്രയത്നിച്ച് നോക്കാം. സാധ്യതയുണ്ട്. ഹായ് മാങ്ങ. അടിച്ചു പൊളിച്ചു തിമിർത്തു. എന്റെ അമ്മ വല്ലാത്ത തിരിക്കലായി പോയി. ഇപ്പൊ ചോക്ലേറ്റും പാലും കൂടെ വായിൽ ഒഴിച്ചായിരുന്നെങ്കിൽ ചോക്ലേറ്റ് ഷേക്ക് ആയിട്ട് തിരിച്ചു വന്നേനെ. സംശയമുണ്ടോ? അതെ, എല്ലാരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. നമ്മളിപ്പോ കൊള്ളയടിച്ചിട്ട് കുറെ നാളായില്ലേ? അവസാനമായിട്ട് കൊള്ളയടിച്ചത് ഞാൻ എന്നെ തന്നെയാ. ഈ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് ഞാൻ ഈ പോക്കറ്റിലേക്ക് മാറ്റിയിട്ടു. മനസ്സിലായോ?
എടാ ഇയാളെയൊക്കെ ആരടാ കൊള്ളക്കാരനാക്കി? ഇതിലും ഭേദം എന്റെ മോന. എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുമ്പോ പിടിക്കപ്പെടും. അപ്പോൾ അവൻ കോൺഫിഡന്റോടെ പറയും, അച്ഛാ അച്ഛന്റെ കീശയിൽ നിന്ന് ഞാൻ പൈസ അടിച്ചു മാറ്റിയിട്ടില്ലെന്ന്. ചർച്ച മതി, വാ നമുക്ക് കപ്പൽ കൊള്ളയടിക്കാം. ശരി ക്യാപ്റ്റൻ. ബണ്ണി ദാ വരുന്നു വല്യളിയാ. ആഞ്ഞു വലിക്ക് സോർദാറെ, ആഞ്ഞു വലിക്ക്. അതാണ് കടൽ കൊള്ളക്കാര്. ഇന്ന് സ്വർണം കൊണ്ട് തുലാഭാരം നടത്തും ഞാൻ. ഈ ചെയിനും മോതിരവും ഒക്കെ പാമ്പുകൾ ഇട്ടുകൊണ്ട് നടന്നാൽ ഒരു ഭംഗി കാണില്ലെന്നേ. എല്ലാരും ഓടിക്കോ. വടി അല്ല, നീ എന്തിനാ എന്റെ അടുത്തോട്ട് വന്നേ? എടോ തന്റെ കയ്യിലൊരു വടിയില്ലേ? എന്നാ പിന്നെ ഒരു കാളയും ഇരിക്കട്ടെ. എന്നാ ഇനിയും കൂടുതലൊന്നും ചിന്തിക്കണ്ട. ബാ നമുക്ക് അവരെ കൊള്ളയടിക്കാം. കേരളത്തിൽ ഇനിയും ലോക്ക്ഡൌൺ നീട്ടിയേക്കാം. അയ്യോ ഓടി ക്ഷീണിച്ചു, ഇനി അല്പനേരം നമുക്ക് വിശ്രമിക്കാം. എന്റെ ചങ്ങാതി, കടൽ കാറ്റിയേറ്റ് കപ്പലതാ അങ്ങ് പാഞ്ഞു പോയി. കൊള്ളക്കാരെന്നെയും കൊള്ളയടിച്ചു. ഞാനും ഇതേ ഇപ്പൊ പാപ്പരായി. അപ്പോ മുയലച്ച, നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞേ? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ളവരുടെ കാര്യോ? വേഗം ആർക്കും അപകടം പറ്റാൻ നോക്കണം. ഈഷ്, എന്റെ വയറ് വല്ലാതെ ചാടുന്നുണ്ട്. നേരത്തെ ഫ്ലാറ്റ് ആയിരുന്നു, ഇപ്പൊ ഫ്ലാറ്റ് ആയില്ലേ? ഓ, ഇതുവരെ നേരം വെളുത്തില്ലല്ലോ. ഓ, വാട്ട് ദ ഫിഷ്. അല്ല, താനിവിടെ എന്തെടുക്കുകയായിരുന്നു? ഞാനിവിടെ കുളിക്കാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ വേഗം ഇങ്ങോട്ട് എടുക്കാൻ നോക്ക്, പെട്ടെന്നാവട്ടെ. എന്റെ കയ്യിൽ കുറച്ച് ഏമ്പൊക്കെ എടുക്കാനുണ്ടായിരുന്നു, അതിപ്പോ ദേ എടുത്ത് വിടുകയും ചെയ്തു. ഇതെന്തോ പറ്റി? അയ്യോ, എന്റെ മുഖം എവിടെ പോയി? കാണാൻ പറ്റുന്നില്ല. അയ്യോ, അവന്മാരെ വെറുതെ വിടരുത്, ആക്രമിക്കേ. അയ്യോ, ബണ്ണി ക്യാച്ച്.
ജോർദാറേ ആരാ എന്നെ എറിഞ്ഞത്? ഇപ്പൊ ആരാ? എന്നാ പിന്നെ ഇത് കഴിക്കാം. എന്തായാലും വയറ് നിറഞ്ഞല്ലോ. എന്റെ ഇപ്പോഴത്തെ വിശപ്പ് വെച്ച് നോക്കുമ്പോ കടലാസിൽ കേക്കെന്ന് എഴുതിയാലും അത് ഞാൻ തിന്നും. എന്നെ അങ്ങനെ പിടിക്കാൻ പറ്റില്ല. അയ്യോ സോറി ആശാനെ. എന്റെ ടാറ്റു. ഇന്നാ പിടിച്ച ടാറ്റു ഞാൻ തന്നെ ഒട്ടിച്ചു തരാം. ഈ ലോക്കറിൽ എന്താ നോക്കട്ടെ.